Let's continue our discussion on interference. We shall look at a classification of techniques for obtaining interference. We'll look at the Young's double slit experiment, condition for bright and dark fringes. We'll find the fringe width, and also we'll discuss the conditions for a sustained interference pattern. Okay, അപ്പോൾ interference pattern create ചെയ്യണമെങ്കിൽ we need two sources. Okay, അപ്പോൾ independent light sources ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ phase relation rapidly change ചെയ്തുകൊണ്ടിരിക്കും. It changes rapidly. Okay, it changes rapidly with time, and therefore they can never be coherent, though the sources are identical in all respects. Okay, അപ്പോൾ interference pattern form ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാവുന്ന രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സസ് ഉപയോഗിക്കുക. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സ് തമ്മിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ നോക്കുക. റൈറ്റ്, പക്ഷേ ഈ ലൈറ്റ് ഉണ്ടാകുന്നത് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ്. സോ ദ ഫേസ് റിലേഷൻ വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടില്ല. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. യു ഡിറൈവ് ടു സോഴ്സസ് ഫ്രം എ സിംഗിൾ സോഴ്സ്, അതായത് ഒരേ ഒരു സോഴ്സ് ഉപയോഗിക്കുക, അതിൽ നിന്നുള്ള ലൈറ്റിനെ രണ്ട് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക യൂസിങ് സം ടെക്നിക്. Then any phase change occurring in one source is simultaneously accompanied by the same phase change in the other. Right? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ രണ്ട് സോഴ്സസ് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ, ഒരു സോഴ്സിൽ നിന്ന് രണ്ട് സോഴ്സസ് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതിന്റെ phase relation സെയിം ആയിട്ട് തന്നെ നിലനിൽക്കും. Okay, therefore the phase difference between the waves emerging from the two sources remains constant and the sources are said to be coherent. ഒരു കൊഹിറന്റ്, ഒരു പെയർ ഓഫ് കൊഹിറന്റ് സോഴ്സ് സൃഷ്ടിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒരു സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Now the techniques used for creating coherent sources of light can be divided into the following two broad classes. Coherent sources കൺസ്ട്രക്ട് ചെയ്യാൻ, ഓക്കെ, കൊഹിറന്റ് സോഴ്സസ് ഉണ്ടാക്കാനുള്ള ടെക്നിക്കുകളെ രണ്ട് ബ്രോഡ് ക്ലാസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് വേവ് ഫ്രണ്ട് സ്പ്ലിറ്റിംഗ്. Okay, one is the wavefront splitting. Here what we do is that we divide a light wavefront emerging from a narrow slit by passing it through two slits closely spaced side by side. Okay, അതായത് ഒരു സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ രണ്ട് സ്ലിറ്റ്സിലൂടെ കടത്തി വിടുക, രണ്ട് സെപ്പറേറ്റ് സ്ലിറ്റ്സിലൂടെ കടത്തി വിടുക, ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയും. ഓക്കെ, രണ്ട് ടു സ്ലിറ്റ്സിലൂടെ കടത്തി വിടുക. അപ്പൊ ഇവിടെ നിന്നുള്ള വേവ് ഫ്രണ്ട്, റൈറ്റ്, ഇവിടെ നിന്നുള്ള വേവ് ഫ്രണ്ട്, റൈറ്റ്, യു സീ ദാറ്റ് ഇതിനെ നമ്മൾ ലൈറ്റിനെ വേവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ വേവ് ഫ്രണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ആൻഡ് യു വിൽ സീ ദാറ്റ് ദർ ആർ ടു ഡിഫറെന്റ് സെപ്പറേറ്റ് വേവ് ഫ്രണ്ട്സ് കമ്മിങ് ഔട്ട് ഓഫ് ഹിയർ. ആൻഡ് ദീസ് വേവ് ഫ്രണ്ട്സ് ക്യാൻ നൗ ഇന്റർഫിയർ. സോ ദിസ് ഇസ് നോൺ ആസ് വേവ് ഫ്രണ്ട് division or wavefront splitting. The two parts of the same wavefront travel through different paths and reunite on a screen to produce a fringe pattern. Interference pattern നമുക്ക് സ്ക്രീനിൽ കിട്ടും. This is known as interference due to division of wavefront. This method is useful only for narrow sources. Okay, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നാരോ ആയിട്ടുള്ള സോഴ്സ് വേണം. Young's double slit, Fresnel's double mirror, Fresnel's biprism, Lloyd's mirror, etc. employ this technique. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ്, അതുപോലെ Fresnel's double mirror, Fresnel's biprism, Lloyd's mirror, etc. ഇന്റർഫറൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള വേറെ ടെക്നിക്കാണ് ആംപ്ലിറ്റ്യൂഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് the intensity of light wave or the amplitude of light wave is divided into two parts. ഇത് ചെയ്യാൻ ഒരു വഴി ഒരു സെമി സിൽവേർഡ് മിറർ അല്ലെ ഹാഫ് സിൽവേർഡ് മിററിലൂടെ കടത്തിവിടുക എന്നുള്ളതാണ്. അപ്പോൾ ബീമിന്റെ ഒരു ഭാഗം റിഫ്ലക്ട് ചെയ്യപ്പെടും, വേറൊരു ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. റൈറ്റ്, ഈ ബീമുകളെ വീണ്ടും റിഫ്ലക്ഷൻസിലൂടെ ഒരുമിച്ച് കൊണ്ട് നമുക്ക് ഇന്റർഫിയർ ചെയ്യിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ രീതിയിലുള്ള ഇന്റർഫറൻസിനാണ് നമ്മൾ ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്റർഫറൻസ് ഇൻ തിൻ ഫിലിംസ്, അതുപോലെ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവിടെയൊക്കെ കാണുന്ന ഇന്റർഫറൻസ് ഫിനോമിനൻ ഈ രീതിയിൽ ഉണ്ടാകുന്ന ഇന്റർഫറൻസിന് എക്സാമ്പിൾസ് ആണ്. നമുക്ക് ആദ്യം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നോക്കാം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ വേവ് ഫ്രണ്ട് ഡിവിഷനിലൂടെയാണ് ഇന്റർഫറൻസ് ഉണ്ടാക്കുന്നത്. So in 1801, Thomas Young gave the first demonstration of the interference of light waves. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻസ് ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഉപയോഗിക്കുകയാണ്. Young admitted the sunlight through a single pinhole and then directed the emerging light into two pinholes.
അതായത് സൺലൈറ്റിനെ ഒരു ചെറിയ പിൻ ഹോളിലൂടെ കടത്തിവിട്ട് ഒരു നാരോ സോഴ്സ് ആക്കി, എന്നിട്ട് ഈ ഒരു പിൻ ഹോളിൽ നിന്ന് വരുന്ന ലൈറ്റിനെ വീണ്ടും 2 സെപ്പറേറ്റ് പിൻ ഹോൾസിലൂടെ കടത്തിവിട്ട് ഈ 2 പിൻ ഹോൾസിൽ നിന്ന് വരുന്ന ബീംസിന്റെ ഇന്റർഫറൻസ് പാറ്റേൺ പഠിക്കുകയാണ് തോമസ് യങ് ചെയ്തത്. The spherical waves emerging from the pinholes interfered with each other, and a few colored fringes were observed on the screen. The amount of light that emerged from the pinhole was very small, and the fringes were faint and difficult to observe. Right? ഈ ടെക്നിക്ക് സൺലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഈ ടെക്നിക്ക് അത്ര എളുപ്പമല്ല, ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഓക്കെ, അപ്പൊ ഇതിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ ഹോൾസിന് പകരം നാരോ സ്ലിറ്റ്സ് ഉപയോഗിച്ചു. റൈറ്റ്, ഹോൾസിന് പകരം സ്ലിറ്റ്സ് ഉപയോഗിച്ചു. റൈറ്റ്, that led through much more light. The sunlight was replaced by a monochromatic light. Sunlight നമുക്കറിയാം, there are many wavelengths in sunlight. എല്ലാ wavelengths ഉണ്ട്. അതിന് പകരം ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ്, ഒരേ ഒരു വേവ് ലെങ്തിലുള്ള ലൈറ്റ് മാത്രം ഉപയോഗിച്ചു. ഓക്കെ, ഈ യങ്സ് എക്സ്പെരിമെന്റ് ആണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് അറിയപ്പെടുന്നത്, ബിക്കോസ് വി ആർ യൂസിങ് 2 slits. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഇത് ഈ ബേസിക് അറേഞ്ച്മെന്റ്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. ഇവിടെ വരുന്ന ഒരു ഇൻസിഡന്റ് ലൈറ്റ് ആണ്. യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ പ്ലെയിൻ വേവ്. ഓക്കെ, ഇത് വളരെ ദൂരെയുള്ള സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ആണെങ്കിൽ you could think of it as a plane wave. Anyway, after it passes through pinhole, you get a spherical wave front. Okay, ഈ spherical wave frontനെ വീണ്ടും 2 സ്ലിറ്റ്സിലൂടെ കടത്തിവിടുകയാണ്. Right, so you'll get these two act as different sources. Okay, പക്ഷെ അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഒക്കെ അല്ലെങ്കിൽ ഫേസ് റിലേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. നൗ ഈ 2 സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് വേവ്സ് തമ്മിൽ ഇന്റർഫിയർ ചെയ്ത് നമുക്ക് സ്ക്രീനിൽ ഇന്റർഫറൻസ് പാറ്റേൺ കാണാൻ കഴിയും. The primary light source is a monochromatic source. It is generally a sodium lamp which emits yellow light of wavelength at around 5893 angstrom. ഈ വേവ് ലെങ്തിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സോഡിയം ലാമ്പ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. Okay. This light is not suitable for causing interference because emissions from different parts of any ordinary source are not coherent. അതായത് ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 2 സോഡിയം ലാംപ്സ് ഉപയോഗിച്ച് അതിന്റെ ഇന്റർഫറൻസ് പഠിക്കാൻ ശ്രമിക്കാം. പക്ഷെ 2 ലാംപ്സ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുള്ള എമിഷൻസ് അത് തമ്മിൽ കൊഹിറന്റ് അല്ല. 2 സെപ്പറേറ്റ് സോഡിയം സോഴ്സസ് ഉപയോഗിക്കുകയാണെങ്കിൽ, സോഡിയം ലാമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള വേവ്സ് കൊഹിറന്റ് അല്ല. അതുകൊണ്ട് അവിടെ നമുക്ക് ഇന്റർഫറൻസ് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരേ ഒരു ലാമ്പ് ഉപയോഗിച്ച് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. Therefore, the monochromatic light is allowed to pass through a narrow slit at S. At S എന്ന് പറഞ്ഞ ഒരു സിംഗിൾ സ്ലിറ്റിലൂടെ ഈ ലൈറ്റ് കടത്തിവിടുകയാണ്. The light coming out of the slit originated from only a small region of the light source. അതായത് ഈ മുഴുവൻ ലൈറ്റ് നമ്മൾ എടുക്കുന്നില്ല, ഇതിന്റെ ഈ സോഴ്സിന്റെ ഒരു ചെറിയ ഭാഗത്തു നിന്ന് വരുന്ന ലൈറ്റിനെ മാത്രമാണ് ഈ സ്ലിറ്റ് കടത്തിവിടുന്നത്. Right, so you could think of it as a narrow source. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയൽ ലൈറ്റ് സോഴ്സ് പോലെ നമുക്ക് കണക്കാക്കാൻ കഴിയും. അതായത് എസ് എന്നുള്ള സ്ലിറ്റിലൂടെ കടന്നു വരുന്ന ലൈറ്റിനെ നമുക്ക് ഒരു ഐഡിയൽ ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയും. Cylindrical wave fronts are produced from the slit S, the primary light source. Okay, S ആണ് നമ്മൾ primary light source എന്ന് പറയുന്നത്. Right, which fall on the 2 narrow closely spaced slits S1 and S2. ഇതുപോലെ നാരോ ആയിട്ടുള്ള 2 സ്ലിറ്റിലേക്ക് ഈ എസ് എന്നുള്ള സ്ലിറ്റിൽ നിന്നുള്ള ലൈറ്റ് നമ്മൾ കടത്തിവിടുകയാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ലിറ്റ് S1ഉം S2ഉം വീണ്ടും നമ്മൾ വളരെ നാരോ ആയിട്ടാണ് എടുക്കുന്നത്. The cylindrical waves emerging from the slits overlap. Right, അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന cylindrical waves overlap ചെയ്യും. If the slits are equidistant from S, the phase of the wave at S1 will be the same as the phase of the wave at S2. എസ് എന്നുള്ള സോഴ്സിൽ നിന്ന് എക്സാക്ട്ലി ഈക്വിഡിസ്റ്റന്റ് ആയിട്ടാണ് S1ഉം S2ഉം ഉള്ളതെങ്കിൽ, ഇത് രണ്ടും എക്സാക്ട്ലി ഈക്വിഡിസ്റ്റന്റ് ആണ്, പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ ആയിട്ടാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ 2 വേവ്സിന്റെയും ഫേസ് എക്സാക്ട്ലി സെയിം ആയിരിക്കും. 2 വേവ്സിന്റെയും S1ൽ നിന്ന് വരുന്ന വേവ്സിന്റെയും S2ൽ നിന്ന് വരുന്ന വേവ്സിന്റെയും ഫേസ് എക്സാക്ട്ലി സെയിം ആയിരിക്കും. അതുപോലെ the waves leaving S1 and S2 are always in phase. Hence sources S1 and S2 act as secondary coherent sources. Right, അപ്പോൾ നമ്മൾ coherent sourcesനെ S1 S2 എന്നുള്ള സ്ലിറ്റ്സിനെ നമുക്ക് coherent sources ആയിട്ട് 2 coherent sources ആയിട്ട് കണക്കാക്കാൻ കഴിയും. The waves leaving from S1 and S2 interfere and produce alternate bright and dark bands on the screen at T. നമ്മളിവിടെ ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. T എന്നുള്ള പൊസിഷനിൽ നമ്മൾ ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്ക്രീനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് alternate light and dark bands ആണ്.
ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഒന്നിലധികം ലൈറ്റ് വേവ്സ് ഒരു പോയിന്റിൽ എത്തുന്നുണ്ട്. കൊഹിറന്റ് സോഴ്സസിൽ നിന്നുള്ള ഒന്നിലധികം ലൈറ്റ് വേവ്സ് ഒരു പോയിന്റിൽ എത്തുന്നുണ്ട്. റൈറ്റ്, അവിടെ കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ ഇന്റർഫറൻസ് സംഭവിക്കുക എന്നുള്ളതിനെ തീരുമാനിക്കുന്നത് അവിടേക്ക് എത്തുന്ന പാത്ത് ഡിഫറൻസ് ആണ്. റൈറ്റ്, അവിടേക്ക് ലൈറ്റ് രണ്ട് സോഴ്സസിൽ നിന്ന് വരുന്ന ലൈറ്റ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് തീരുമാനിക്കുന്നത് അവിടെയുള്ളത് കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ എന്നുള്ളത്. റൈറ്റ്, അപ്പൊ നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കേസിൽ ഈ പാത്ത് ഡിഫറൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ let p be an arbitrary point on the screen t. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെന്റ്. S2 S1 വേണം നമ്മുടെ കൊഹിറന്റ് സോഴ്സസ്. ഓക്കെ, പി എന്ന് പറയുന്നത് സ്ക്രീനിലുള്ള ഒരു ആർബിട്രറി ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇറ്റ് കുഡ് ബി എനിവെയർ, റൈറ്റ്, ഇറ്റ്സ് ജസ്റ്റ് സം പോയിന്റ് ഓൺ പോയിന്റ് പി. നമുക്ക് വേണ്ടത് ഇവിടെ ഈ സ്ക്രീനിൽ ഏതൊരു പോയിന്റിലും എത്തുന്ന ബീംസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ്. S1ൽ നിന്നും S2ൽ നിന്നും വരുന്ന ലൈറ്റ് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വി നീഡ് എ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ പാത്ത് ഡിഫറൻസ് അറ്റ് എനി പോയിന്റ് ഓൺ ദ സ്ക്രീൻ. Okay, so P is an arbitrary point on the screen T which is at a distance D. അതായത് സ്ക്രീനും ഈ സോഴ്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. Right, this is the distance between screen and the sources of the double slit arrangement. Okay, അതുപോലെ S1n, let S1n be the normal onto the line S2P. ഓക്കെ, ഇതാണ് S1P എന്നുള്ള ലൈൻ. അതായത് P എന്നുള്ള പോയിന്റിലേക്ക് S1 എന്നുള്ള സോഴ്സിൽ നിന്നുള്ള ലൈനാണ് S1P. അതുപോലെ P എന്നുള്ള പോയിന്റിലേക്ക് S2 എന്നുള്ള സോഴ്സിൽ നിന്നുള്ള ലൈനാണ് S2P എന്ന് പറയുന്നത്. റൈറ്റ്, ഇനി S1 എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ S2P നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാണ്. റൈറ്റ്, സോ ദിസ് ഇസ് 90 ഡിഗ്രി. ഇങ്ങനെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ദിസ് മീൻസ് ദാറ്റ് S1P, റൈറ്റ്, ഇവിടുന്ന് S1P-യും അതുപോലെ NP-യും സെയിം ആണ്. These distances are the same. Right? അതായത് NP and S1P are the same. Right? So let S1n be the normal onto the line S2P. So the normal is such that the distance is PS1, right? PS1, this distance PS1 and PN, right, from P to here, PN are equal. Alright, അപ്പോൾ ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്, റൈറ്റ്, അതായത് S1P S2P എന്നുള്ള വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ S2n ആണ്. റൈറ്റ്, S2n വിൽ ബി ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ വേവ്സ് ഫ്രം ദീസ് ടു സോഴ്സസ്. അതായത് S1ൽ നിന്നുള്ള വേവ്സിനെക്കാളും എത്ര കൂടുതൽ ദൂരം S2ൽ നിന്നുള്ള വേവ്സ് സഞ്ചരിച്ചു, അതാണ് ഈ S2n അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ്. റൈറ്റ്, now the waves emitted at the slits S1 and S2 are initially in phase with each other. അപ്പോൾ ഇനീഷ്യലി അത് രണ്ടും ഇൻ ഫേസ് ആണ്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വേവ്സ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് S2n ആണ്. റൈറ്റ്, അത് ഞാനിവിടെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് S1 എന്നുള്ള സോഴ്സ്, ഇതാണ് S2 എന്നുള്ള സോഴ്സ്. ദിസ് ഇസ് ദ പോയിന്റ് P. S1ൽ നിന്ന് P-യിലേക്കുള്ള ലൈനാണ് ഇവിടെ S1P എന്നുള്ളത്. അതുപോലെ S2 എന്നുള്ള സോഴ്സിൽ നിന്ന് P എന്നുള്ള പോയിന്റിലേക്കുള്ള ലൈനാണ് S2P. നമ്മൾ S1 എന്നുള്ള പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. സോ ദിസ് ഇസ് 90 ഡിഗ്രീസ് വിച്ച് മീൻസ് ദാറ്റ് S1P ആൻഡ് NP ആർ ഈക്വൽ. ഓക്കെ, ഈ ലെങ്ത്തും ഈക്വൽ ആണ്. അപ്പൊ ഈ S1ൽ നിന്നുള്ള ലൈറ്റ് വേവ്സിനെക്കാളും എത്ര കൂടുതൽ ദൂരം S2ൽ നിന്നുള്ള ലൈറ്റ് വേവ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ ദാറ്റ്സ് ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ S2n is the path difference between the waves from S1 and S2. അതായത് S2ൽ നിന്നുള്ള വേവ്സ് S1ൽ നിന്നുള്ള വേവ്സിനെക്കാളും S2n എന്നുള്ള ദൂരം കൂടുതൽ സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, now the nature of the interference of the two waves at P എന്നുള്ള പോയിന്റിലുള്ള interference, it depends simply on how many waves are contained in the length of the path difference S2n. Okay, ഈ ലെങ്ത്, ഈ S2n എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ്, ഈ ലെങ്ത്തിൽ എത്ര വേവ് ലെങ്ത്സ് കണ്ടെയ്ൻഡ് ആണ്, how many wavelengths are contained in it, that will determine what kind of interference you will obtain here. Right, അതായത് ഈ S2n എന്ന് പറയുന്നത് ഇന്റഗ്രൽ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഇഫ് S2n is equal to some integral number of wavelengths, full wavelengths ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ, നോട്ട് ഇന്റഗ്രൽ നമ്പർ, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത്സ് ആണെങ്കിൽ P എന്നുള്ള പോയിന്റിൽ നമുക്ക് കിട്ടുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും. If S2n contains an integral number of wavelengths, the two waves interfere constructively, producing a maximum in the intensity of light on the screen at the point P. ഈ കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം എന്നുള്ളത്, ഒരു പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടണമെങ്കിലുള്ള പാത്ത് ഡിഫറൻസ് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. റൈറ്റ്, വി സോ ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി an integral multiple of the wavelength. If it is an integral multiple of the wavelength, then we will get constructive interference at the point P, or a bright fringe at point P.
if it contains an odd number of half wavelengths, okay, S2 n എന്ന് പറയുന്ന distance, if it contains an odd number of half wavelengths, okay, അതായത് something like this, 2n plus 1 or 2m plus 1, lambda by 2, okay, where m can take values 0, 1, 2, 3, etc. Odd number multiple of lambda by 2 ആണെങ്കിൽ ഈ പോയിന്റിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിട്ടുള്ള ഫ്രിഞ്ച് ആയിരിക്കും. Okay, then the waves interfere destructively and produce a minimum intensity at the point P. അടുത്ത നമ്മൾ ട്രൈ ചെയ്യുന്നത്, we need to calculate the optical path difference between the waves at the point P. Right, നമ്മുടെ ഈ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റിൽ പി എന്നുള്ള ഒരു ആർബിട്രറി പോയിന്റിൽ എത്തുന്ന വേവ്സ് തമ്മിലുള്ള ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡാർക്ക് ഫ്രിഞ്ച് ആണോ അതോ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റൈറ്റ്, നമ്മൾ അതിനുള്ള കണ്ടീഷൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടത് വി നീഡ് ദ പാത്ത് ഡിഫറൻസ്. റൈറ്റ്, വി നീഡ് ദ പാത്ത് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ദ വേരിയബിൾസ് ഇൻക്ലൂഡഡ് ഇൻ ദ എക്സ്പെരിമെന്റ്. റൈറ്റ്, അപ്പോൾ ഇവിടെ വേരി ചെയ്യാവുന്ന കാര്യം ഈ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേരി ചെയ്യാം, ക്യാപിറ്റൽ ഡി. അപ്പോൾ ഈ ക്യാപിറ്റൽ ഡി വേരി ചെയ്യുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും പി എന്നുള്ള പോയിന്റിലുള്ള പാത്ത് ഡിഫറൻസ് ചേഞ്ച് ചെയ്യും. ദാറ്റ്സ് വാട്ട് വി എക്സ്പെക്ട്. അതുപോലെ വേറെ സ്പെസിഫിക്കേഷൻ ആണ് ഈ S1 S2 എന്നുള്ള സ്ലിറ്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി. We expect that if you change the distance between the slits, then also the path difference will change. Right? So what we expect is actually an expression for the path difference between these two waves, and which depends on the small d, capital D, etc. Right? ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് വേണ്ടത്. Right? അപ്പോൾ ഈ ചിത്രം നമുക്ക് നോക്കാം. ഇതിനെ ജോമെട്രിക് ആയിട്ട് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. So P is the point, right? S1P. S1 S2 എന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ d ആണെന്ന് നമ്മൾ പറഞ്ഞു. Capital D is the distance between screen and the double slit arrangement. Okay. Alright. ഇനി ഈ O എന്ന് പറയുന്നതിന്റെ മിഡിൽ പോയിന്റ് ആണ്, അതായത് S1 ൽ നിന്നും S2 ൽ നിന്നും ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് O എന്ന് പറയുന്നത്. Right? So that's, you can think of it as the center. Alright. So O is a point which is equidistant from S1 and S2. അല്ലെ വേറെ ഇത് പറയുകയാണെങ്കിൽ, if you drop a perpendicular, okay, ഈ സ്ലിറ്റ്സിന്റെ ഇടയിൽ നിന്ന് ഒരു മിഡിൽ പോയിന്റിൽ നിന്ന്, സ്ലിറ്റ്സിന്റെ സെന്ററിൽ നിന്ന് സ്ക്രീനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ it will meet the screen at the point O. Right? Similarly, S2 ൽ നിന്ന് സ്ക്രീനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ it will meet the screen at the point F. അതായത് റഫ് ആയിട്ട് പറയുകയാണെങ്കിൽ S2 ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ S2 ൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ സ്ക്രീനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് F എന്ന് പറയുന്നത്. Right? But straight line എന്ന് പറയുന്നത് അത്ര സ്പെസിഫിക് അല്ല. We should say that if you drop a perpendicular from the point S2 onto the screen, it will meet the screen at the point F. Similarly, S1 ൽ നിന്ന് സ്ക്രീനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ it will meet the screen at the point E. Alright? Okay. ഇനി നമ്മൾ പറഞ്ഞു ഈ ഫുൾ ഡിസ്റ്റൻസ് D, സ്മോൾ d ആണെന്ന് പറഞ്ഞു. So this O മുതൽ E വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് d/2 എന്ന് എഴുതാം. അതുപോലെ O മുതൽ F വരെയുള്ള ഡിസ്റ്റൻസിനെ d/2 എന്ന് എഴുതാം. It's half of this distance. Okay, it's half of the width between the slits. Okay, so this distance is small d/2, and this distance is also small d/2. Okay, ഇനി O ൽ നിന്ന് P ലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് x എന്ന് എഴുതാം. That's a variable, right? അത് നമുക്ക് കാരണം x വേരി ചെയ്യുമ്പോൾ ഉള്ള പാത്ത് ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. We need to find the path difference at various values for x. Right? അപ്പോൾ അതുകൊണ്ട് ഈ വാല്യൂനെ നമുക്ക് x എന്ന് എടുക്കാം. O ൽ നിന്ന് P ലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് സ്മോൾ x എന്ന് എടുക്കാം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ this PE is equal to x minus d/2. ഫുൾ ഡിസ്റ്റൻസ് ആണ് സ്മോൾ x. ഓൾറൈറ്റ്, അതേസമയം ഈ ഡിസ്റ്റൻസ് ആണ് d/2. അപ്പോൾ PE എന്ന് പറയുന്നത് x minus d/2 ആണ്. അതുപോലെ PF എന്ന് പറയുന്നത്, ഓക്കെ, P മുതൽ F വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x. This is x plus d/2. Alright, we will be using this. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആക്ച്വലി S2P minus S1P എന്നുള്ള പാത്ത് ഡിഫറൻസ് ആണ്. S2P minus S1P, that is the path difference. Alright, അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പൈത്തഗോറസ് തിയറി ഉപയോഗിക്കാം. Let's look at this. Alright, let's first write an expression for S2P. നമ്മൾ എങ്ങനത്തെ എക്സ്പ്രഷൻ ആണ് നോക്കുന്നത്? We need an expression that depends on capital D, small d, and on x. Alright, this is the kind of expression that we are looking for. But S2P നമുക്ക് എങ്ങനെ എഴുതാം? S2P നമ്മൾ നോക്കുകയാണെങ്കിൽ you see that it's actually a hypotenuse of this right angled triangle. Okay, അതായത് S2FP എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോടെന്യൂസ് ആണ് S2P എന്ന് പറയുന്നത്. S2FP, right? You start from S2F capital P. Right? S2FP is a right angled triangle. ഈ right angled triangle ന്റെ hypotenuse ആണ് S2P എന്ന് പറയുന്നത്.
Okay, so you can use the Pythagoras theorem. Again, is the Pythagoras theorem. For right angle triangle, the Pythagoras theorem says that the square of the hypotenuse is equal to the sum of the squares of the other two sides. The triangle മൂന്ന് സൈഡ് ആണുള്ളത്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് സൈഡ്സിന്റെ സ്ക്വയറിന്റെ സം ആയിരിക്കും. ഇതാണ് Pythagoras theorem. So let's find S2P first. So we can write S2P square is equal to base square. Base എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആണ്. D square plus പിന്നുള്ളത് PF square. PF square, alright. പക്ഷെ PF നമ്മൾ already എഴുതി. D square, this is equal to D square plus. So by looking at this picture, you see that PF is actually equal to, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x, ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് d/2. So this is x plus d/2 whole square. Right? Similarly, we can write S1P square. നമ്മൾ നോക്കുകയാണെങ്കിൽ S1P എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് S1EP. Right? S1P is the hypotenuse of the right angle triangle S1EP. Okay, ഇവിടെ ഞാൻ denote ചെയ്തിരിക്കുന്ന ഈ right angle triangle ന്റെ hypotenuse ആണ്. Again, you can use the Pythagoras theorem and say that S1P square is equal to S1E square. S1E എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആണ്. So it's D square plus EP square അല്ലെങ്കിൽ PE square. PE എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു it's x minus d/2. So this is x minus d/2 square. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് S2P minus S1P ആണ്. So let's first find S2P square minus S1P square. Okay, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. S2P square minus S1P square is equal to, alright, S2P square നമ്മൾ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. D square plus x plus d/2 whole square. അതുപോലെ മൈനസ് S1P square നമ്മൾ എന്താണ് എഴുതുന്നത്? D square plus x minus d/2 whole square. Alright. ഇനി നമ്മളിത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യും. Okay, so first you square them. ഇവിടെയുള്ള സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് ഈ സബ്ട്രാക്ഷൻ എടുക്കുക. Right? So d square will go with this d square. ഇവിടെ ഒരു x square ഉണ്ടാവും, that will go with this x square. Okay? ഇവിടെ ഒരു d/2 whole square ഉണ്ടാവും, that will go with the d/2 whole square here. പിന്നെ ബാക്കിയുള്ളത് ഈ ക്രോസ് ടേം മാത്രമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കുള്ള ഒരു ടേം ഉണ്ട് 2x d/2. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 2x d/2 എന്നുള്ള ഒരു ടേം ഉണ്ട്. Right? ഇവിടെ ഒരു മൈനസ് 2x d/2 ഉണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ you'll get another term minus 2x d/2. This minus and this minus will become a plus. So നമുക്ക് കിട്ടുന്നത് xd plus xd. Okay, so basically from here you'll have an xd plus xd. So this is equal to 2xd. So you see that S2P square minus S1P square is 2xd. Alright, 2xd. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏത് പോയിന്റിലാണ് നമ്മൾ എടുക്കുന്നത്, സ്ക്രീനിലുള്ള ഏത് പോയിന്റിലാണെന്നുള്ളത് x പറഞ്ഞു തരും. The distance x will tell us on which point on the screen you are. Okay, and d is the distance between the slits. Okay, അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും a square minus b square എന്നുള്ളതിനെ a plus b multiplied by a minus b എന്ന് എഴുതാം. So this you can write as S2P plus S1P multiplied by S2P minus S1P. Right? This is equal to 2xd. ഇതിൽ S2P minus S1P എന്ന് പറയുന്നതാണ് path difference. So you see that the path difference between the waves at the point P is equal to, this is path difference. Okay, this is equal to 2xd divided by S2P plus S1P. Alright. Okay, ഇനി S2P S1P എന്താണെന്ന് പറഞ്ഞു. നമുക്ക് ഇനി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു കാര്യം ക്യാപിറ്റൽ D ആണ്. We need the expression of path difference that depends on this capital D also. Right? So we see that we can relate S1P and S2P with this distance capital D. Capital D ആയിട്ട് നമുക്ക് relate ചെയ്യാം. ഇനി capital D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ വലുതാണെങ്കിൽ, right, we can approximately take S2P is equal to S1P. This is almost equal to D. Right? ഇതിങ്ങനെ അല്ലെങ്കിൽ you'll have to be a little bit careful, but we can make this approximation. But because as we see later, this capital D is said to be very large. Okay, these are big distances. So S2P equal to S1P can be taken as capital D. So this is equal to S2P divided by S1P can be written as twice capital D. So you have got path difference between the waves reaching the point P is equal to xd divided by D. Okay, xd divided by D. This is exactly the kind of expression we need. അതായത് ഈ സ്ലിറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറ്റുകയാണെങ്കിൽ ഒരു പോയിന്റിലുള്ള പാത്ത് ഡിഫറൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും. ഈ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി അറിയേണ്ടത്. ബിക്കോസ് ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ വേരി ഇൻ യുവർ എക്സ്പെരിമെന്റ്. സോ ദിസ് ഇസ് എ ഗുഡ് എക്സ്പ്രഷൻ. Okay, so by making this approximation we come to the realization that path difference is equal to x multiplied by distance between the slits divided by distance between the slit and the screen. Okay, അപ്പോൾ ഇതാണ് path difference നുള്ള എക്സ്പ്രഷൻ.
Now let's examine the conditions for observing bright and dark fringes on the screen. P എന്നുള്ള പോയിന്റിൽ ഡാർക്ക് ഫ്രിഞ്ച് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് കാണാനുള്ള കണ്ടീഷൻസ് നമുക്ക് എക്സാമിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ആദ്യം നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസിന്റെ കാര്യം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രൈറ്റ് ഫ്രിഞ്ചസ് occur wherever the waves from S1 and S2 interfere constructively. Okay, we have got S1, S2. ഈ സ്ക്രീനിൽ എവിടെയൊക്കെയാണോ ഇത് കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ആകുന്നത് അവിടെയെല്ലാം നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാവും. Right? The first time this occurs is at point O, the axial point. അതായത് ഈ S1 ൽ നിന്നും S2 ൽ നിന്നും ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. റൈറ്റ്, ഇതിനാണ് നമ്മൾ പോയിന്റ് O എന്ന് പറഞ്ഞത്. ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റിൽ ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കും. അതുകൊണ്ട് അത് കൺസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. വി ആർ ടോക്കിംഗ് അബൌട്ട് ടു വേവ്സ് ഫ്രം S1 ആൻഡ് S2 വിച്ച് ആർ ഇൻ ഫേസ്. ഈ പോയിന്റിൽ ഇതിന്റെ പാത്ത് ഡിഫറൻസ് 0 ആയതുകൊണ്ട് ഈ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നത് O എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ ഇതിനെ ആക്സിയൽ പോയിന്റ് എന്ന് വിളിക്കും. Right? You can call this as the axial point. There, the waves from S1 and S2 travel the same optical path length to O and arrive in phase. The next bright fringe occurs when the wave from S2 travels one complete wavelength further the wave from S1. അപ്പോൾ അടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ച് എവിടെ ഉണ്ടാകുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ രണ്ട് സൈഡിലേക്ക് പോയി നമ്മൾ മുകളിലേക്ക് പോകണമെന്ന് ഈ O എന്നുള്ള പോയിന്റിലേക്ക് മുകളിലേക്ക് പോവാണ്. റൈറ്റ്, ഈ ഓരോ പോയിന്റിൽ എത്തുമ്പോഴും ഇത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ പാത്ത് ഡിഫറൻസ് 0 ആണ്. നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ S1 ൽ നിന്നുള്ള വേവ് കുറവ് ദൂരം സഞ്ചരിക്കും, S2 ൽ നിന്നുള്ള വേവ് കൂടുതൽ ദൂരം സഞ്ചരിക്കും. സോ ദ പാത്ത് ഡിഫറൻസ് ചേഞ്ചസ് as you go from O upwards or downwards. So if you go away from O, the path difference between the waves change at that point. Right? ഈ path difference ലാംഡ ആവുന്ന ഒരു പോയിന്റ് എത്തും. ഇവിടെ നിന്നുള്ള വേവും ഇവിടെ നിന്നുള്ള വേവും എന്നുള്ള പാത്ത് ഡിഫറൻസ്, അതായത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ഇതിന് നമുക്ക് ഇവിടെ n എഴുതി തോന്നുന്നു S2n. റൈറ്റ്, ഇത് n ലാംഡ, ഈ S2n എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാംഡ, ഓക്കെ, വൺ ടൈം ലാംഡ, വൺ ഫുൾ വേവ് ലെങ്ത്, ഇത് വൺ ഫുൾ വേവ് ലെങ്ത് ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഈ പോയിന്റിൽ വീണ്ടും നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടും. Right? The next bright fringe occurs when the wave from S2 travels one complete wavelength further the wave from S1. In general, constructive interference occurs if S1p and S2p differ by a whole number of wavelengths. Okay, the distance, നമ്മൾ p എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ S1p എന്നുള്ള ഡിസ്റ്റൻസും S2p എന്നുള്ള ഡിസ്റ്റൻസും ഹോൾ നമ്പർ ഓഫ് വേവ് ലെങ്സ്, ഓക്കെ, തമ്മിലുള്ള ഡിസ്റ്റൻസിലുള്ള ചേഞ്ച്, ഡിസ്റ്റൻസിലുള്ള ഡിഫറൻസ് ഒരു ഹോൾ നമ്പർ ഓഫ് വേവ് ലെങ്സിന് ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, so the condition for finding bright fringe at P is that, ഇത് നമ്മൾ മുൻപ് തന്നെ കണ്ടിട്ടുള്ളതാണ്. കണ്ടീഷൻ പാത്ത് ഡിഫറൻസിന്റെ ടേംസിലുള്ള കണ്ടീഷൻ ഇതാണ്: S2p minus S1p is equal to m lambda, an integral multiple of lambda. Right? M can take values 0, 1, 2, 3, etc. Now using the result in the double slit experiment in the case നമ്മൾ S2p minus S1p, അതായത് we got an expression for path difference in terms of small d capital D. Right? So this is xd divided by capital D. Okay, ഇതിന്റെ ടേംസിൽ നമ്മൾ ഈ കണ്ടീഷൻ എഴുതുകയാണെങ്കിൽ we get the bright fringe if xd divided by capital D is equal to m lambda. All right, m is called the order of the fringe. അതായത് ഈ സെന്റർ പോയിന്റിലാണെങ്കിൽ m is equal to 0. അതായത് this is the path difference is 0 times the wavelength. Right? So this is the 0th order bright fringe. അപ്പോൾ m എന്നുള്ളതിനെ നമുക്ക് order of the fringe എന്ന് വിളിക്കാം. Right? അപ്പോൾ ഈ പോയിന്റിൽ path difference 0 ആണ്. Right? നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ path difference കൂടി വരും. Right? At this point, for example, let's say at this point, B1 എന്നുള്ള പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും ഈ രണ്ട് വേവ്സ് S1 ൽ നിന്നുള്ള വേവും S2 ൽ നിന്നുള്ള വേവും തമ്മിലുള്ള path difference lambda ആവും. This distance is equal to one wavelength. Right? And then again you will get a bright fringe there. Right? So this will be called the first order bright fringe. The bright fringe BO at the point O corresponding to m equal to 0 is called the zero order fringe. അതായത് ഈ പോയിന്റിൽ വരുന്ന ഈ സെൻട്രൽ പോയിന്റിൽ വരുന്ന ബ്രൈറ്റ് ഫ്രിഞ്ച് നമ്മൾ സീറോ ഓർഡർ ഫ്രിഞ്ച് എന്നാണ് പറയുന്നത്. Right? It corresponds to m equal to 0. അതായത് ഇവിടെ ഈ പോയിന്റിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 times lambda ആണ്. Okay, that's why you call it as the zero order fringe. Fringe at B1 is the first order bright fringe. B1 എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ളതാണ് ഫസ്റ്റ് ഓർഡർ ബ്രൈറ്റ് ഫ്രിഞ്ച്. ഓക്കെ, ഇതിന്റെ അർത്ഥം ഈ S1 ൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന വേവും അല്ലെങ്കിൽ S1 ൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനേക്കാളും കൂടുതൽ ദൂരം S2 എന്നുള്ള വേവ് S2 ൽ നിന്നുള്ള വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട്. എത്ര കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ട്? The difference is equal to exactly one wavelength. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു വേവ് ലെങ്ത് ആണെങ്കിൽ
Okay? Again, you will get a bright fringe. Right? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ പാത്ത് ഡിഫറൻസ് ഒരു വേവ് ലെങ്ത് ആവുന്ന 1 ടൈം ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ഇൻവോൾവ്. റൈറ്റ്? അതാവുന്ന പോയിന്റിൽ വരുന്ന ബ്രൈറ്റ് ഫ്രിഞ്ചിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുന്നത്. So fringe at B1 is the first order bright fringe from the axis corresponding to m equal to 1. The path difference between the two waves reaching at B1 is 1 lambda. The second order bright fringe m equal to 2 will be located where the path difference is 2 lambda and so on. Right? Maybe at some other point the path difference between these two waves will become twice lambda, and again you will have a bright fringe. Right? In a similar way, we can also talk about the condition for dark fringes. നമുക്കറിയാം, the first dark fringe occurs when the path difference is equal to lambda divided by 2. Okay, this corresponds to the waves being in opposite phase. അതായത് ലാംഡ ബൈ 2 ആണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ ഈ വേവ്സ് അപ്പി എന്നുള്ള പോയിന്റിലുള്ള വേവ്സ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും. ഇത് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ലാംഡ ബൈ 2 അതുപോലെ സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ച് ഒക്കെ വരുന്നത് S2 മൈനസ് S1P അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് 3 ലാംഡ ബൈ 2 ആകുമ്പോഴാണ്. Right? So in general, the dark fringes occur when the path difference is an odd integral multiple of lambda by 2. അതായത് lambda by 2, 3 lambda by 2, 5 lambda by 2 എന്നിങ്ങനെയുള്ള പാത്ത് ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ, okay, ഈ പാത്ത് ഡിഫറൻസ് വരുന്ന പോയിന്റ്സിൽ ഡാർക്ക് ഫ്രിഞ്ചസ് ആയിരിക്കും. So we can give a general, so we have already given the general expression for this. The dark fringes occur when S2P minus S1P or the path difference is equal to 2m plus 1 lambda divided by 2. Okay, m equal to 0 ആണെങ്കിൽ ഇത് lambda by 2, m equal to 1 ആണെങ്കിൽ 3 lambda by 2, etc. So the condition for finding a dark fringe can be written as xd divided by capital D is equal to 2m plus 1 multiplied by lambda by 2. Okay, the first dark fringe D1 from the axis corresponds to m equal to 0, where the path difference between the two waves is lambda by 2. Okay, m equal to 0 correspond to D1. D1 എന്നുള്ള പോയിന്റിലാണ് m equal to 0 correspond ചെയ്യുന്ന ഡാർക്ക് ഫ്രിഞ്ച് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. Okay, the second dark fringe occurs when m equal to 1 and that corresponds to a path difference of 3 lambda by 2 and so on. Now let's look at the concept of fringe width. നമുക്കറിയാം mth order bright fringe ഉണ്ടാകുന്നത് corresponds to the condition xd by capital D is equal to m lambda. Okay, അല്ലെങ്കിൽ mth order bright fringe ഉണ്ടാകുന്ന പൊസിഷൻ നമുക്ക് അതിനെ xm എന്ന് വിളിക്കാം. Right? Xm is the position where you get the mth order bright fringe. So xm can be written as m lambda capital D by small d. Xm is equal to m lambda capital D by small d. Alright, this is the point where the mth order fringe occurs. Mth order bright fringe occurs. Right? അതുപോലെ m plus 1th order fringe ആണെങ്കിൽ you just put m ന് പകരം m plus 1 ഇടുകയാണെങ്കിൽ you will get the point where you have the m plus 1th order bright fringe. Okay. ഉദാഹരണത്തിന് ഇവിടെ m equal to 0 ആണെങ്കിൽ we know that in this case if you put m equal to 0, xm equal to 0, that's just the axial point, the center O. Right? അതുപോലെ m plus 1th order fringe occurs when xm plus 1 is equal to m plus 1 lambda d by d. ഇത് mth order fringe ആണെങ്കിൽ ഇത് m plus 1th order fringe occur ചെയ്യുന്ന point ആണ്. Okay? ഈ രണ്ട് ഫ്രിഞ്ച് തമ്മിലുള്ള സെപ്പറേഷൻ, അതായത് m plus 1th order fringeഉം mth ഫ്രിഞ്ചും തമ്മിലുള്ള സെപ്പറേഷൻ, ഉദാഹരണത്തിന് 0th order ഫ്രിഞ്ചും ഫസ്റ്റ് ഓർഡർ ഫ്രിഞ്ചും ആകാം, ഫസ്റ്റ് ഓർഡർ ഫ്രിഞ്ചും സെക്കൻഡ് ഓർഡർ ഫ്രിഞ്ചും ആകാം. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെപ്പറേഷൻ എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ബീറ്റ ഇസ് ഈക്വൽ ടു xm plus 1 minus xm. Right? xm plus 1 minus xm. So that is equal to, നമ്മൾ ഇതിനെ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ you will get lambda d by small d. നമ്മൾ ഡാർക്ക് ഫ്രിഞ്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ഡാർക്ക് ഫ്രിഞ്ചസ് തമ്മിൽ ഡിസ്റ്റൻസും you will see that it's also equal to lambda capital D by small d. Thus the distance between any two consecutive bright or dark fringes is known as the fringe width. ഇതിനെ നമ്മൾ fringe width എന്ന് പറയുന്നത്. The distance between any two consecutive bright or dark fringes is known as the fringe width, and it is the same everywhere on the screen. Right? So they are equally spaced. Bright and dark fringes are equally spaced on the screen. Okay? അതായത് ഈ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ എക്സ്പ്രഷനിൽ ഇത് എത്രാമത്തെ ഫ്രിഞ്ച് ആണെന്നുള്ളതിന്റെ ഇൻഫർമേഷൻ ഇല്ല. Right? You only have the wavelength, capital D and small d. So these are equally spaced fringes on the screen. Okay.
Also, since the width of the bright fringe is equal to the width of the dark fringe, we have an parallel arrangement of bright and dark fringes. നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ഒരു പാരലൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും. അതുപോലെ ഫ്രിഞ്ച് വിഡ്ത്തിനെ സ്വാധീനിക്കുന്ന ബാക്കി ഘടകങ്ങളും കൂടെ നമുക്ക് നോക്കാം. ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി എന്നാണ് നമ്മൾ എഴുതിയത്. If you increase lambda, you will have separated fringes, okay, well separated fringes. If you decrease lambda, the fringes will be closer together. ഇൻക്രീസ് ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കൂട്ടുക. അതായത് റെഡ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്ലൂ ലൈറ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ റെഡ് ലൈറ്റും ബ്ലൂ ലൈറ്റ് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ റെഡ് ലൈറ്റ് ഉപയോഗിക്കുന്ന കേസിൽ ഇത് കുറച്ചുകൂടെ സ്പേസ്ഡ് ആയിരിക്കും, ഫ്രിഞ്ചസ് തമ്മിൽ കുറച്ചുകൂടെ സ്പേസ്ഡ് ആയിരിക്കും. അതേസമയം ബ്ലൂ ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഫ്രിഞ്ചസ് വിൽ ബി ക്ലോസർ ടുഗെദർ. Okay. Also, if we increase the distance between the slits and the screen, capital D, okay, സ്ലിറ്റ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും ഈ ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ദ ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻക്രീസസ്. അതുപോലെ ഈ സ്ലിറ്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി അത് കുറയ്ക്കണം. ഫ്രിഞ്ച് വിഡ്ത്ത് കൂട്ടണമെങ്കിൽ ഈ സ്ലിറ്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കണം. അപ്പൊ നല്ല റിസോൾവ്ഡ് ആയിട്ടുള്ള ഫ്രിഞ്ചസ് കാണണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഉപയോഗിക്കുക, ഈ ഡിസ്റ്റൻസ് കൂട്ടുക, ക്യാപിറ്റൽ ഡി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ സ്മോൾ ഡി കുറയ്ക്കുക. Right? So in these experiments, the capital D will be usually the capital D distance will be much greater than small d. Small d ക്കാളും വളരെ കൂടുതലായിരിക്കും capital D എന്ന് പറയുന്നത്. Okay. The width of the fringe is inversely proportional to the distance between the two slits. The closer are the slits, the wider will be the fringes. All right. Now let's look at the conditions for sustained interference pattern. നല്ല visible ആയിട്ടുള്ള interference pattern കിട്ടാനുള്ള conditions എന്തൊക്കെയാണെന്ന് നോക്കാം. Okay. In order to produce a steady interference pattern, the following conditions must be satisfied. ഒന്നാമത്തേത്, the waves from the two sources must be of the same frequency. Right? അപ്പോൾ ഒരേ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ആയിരിക്കണം. രണ്ട് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് സെയിം ഫ്രീക്വൻസി ആയിരിക്കണം. ഫ്രീക്വൻസി ഡിഫറെന്റ് ആണെങ്കിൽ the phase difference will fluctuate irregularly with time. അതായത് ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള ഒരു ലോ ഫ്രീക്വൻസി വളരെ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഇതിന്റെ ഫേസ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫേസ് റിലേഷൻ ഇല്ല. ഫേസ് ഡിഫറൻസ് വിൽ ഫ്ലക്ച്വേറ്റ്. Okay. Consequently, the intensity at any point fluctuates with time and we will not observe steady interference. അതായത് നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഇന്റർഫറൻസ് പാറ്റേൺ കാണാൻ കഴിയില്ല. നമുക്ക് ആവറേജ് ഔട്ട് ആയിട്ടുള്ളതായിരിക്കും കാണാൻ കഴിയുക. The two light waves must be coherent. അതുപോലെ ലൈറ്റ് വേവ്സ് coherent ആയിരിക്കണം. If the light waves are coherent, then they maintain a fixed phase difference over a time and space. Okay. Hence, a stationary interference pattern will be observed. Stationary ആയിട്ടുള്ള interference pattern കിട്ടണമെങ്കിൽ you have to use coherent sources. The third condition is this: the separation between the two coherent sources should be small. അതായത് നമ്മൾ നേരത്തെ S1 S2 പറഞ്ഞു അല്ലേ? So we had this expression. We said that x equal to or beta is equal to lambda capital D by small d. Okay, ഇത് കൊഹറന്റ് സോഴ്സസിന്റെ ഇടയിലുള്ള സെപ്പറേഷൻ ആണ് ഈ സ്മോൾ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് വിസിബിൾ ആയിട്ട് വെൽ റിസോൾവ്ഡ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫ്രിഞ്ചസ് കാണണമെങ്കിൽ you have to decrease small d. So separation between the two coherent sources should be small so that the width of bright and dark fringes will increase, giving good visibility of fringes. Okay. For good contrast, the two light sources should be narrow ആയിട്ടുള്ള സോഴ്സസ് ഉപയോഗിക്കണം. അതുപോലെ the distance of the screen from the coherent sources should be large. Okay, lambda capital D by small d ആണ്. അപ്പോൾ well resolved ആയിട്ട് well separated ആയിട്ടുള്ള fringes കാണണമെങ്കിൽ you have to increase also capital D. Alright, so these are the conditions for a good interference pattern. So with that, we'll conclude this session. Thank you.